ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സവോള വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 ചെറിയ സവാള അതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. മീഡിയം വലുപ്പത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 3 വരെയൊക്കെ എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ സവാള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് കനം കുറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല, എന്നാൽ അധികം തിക്നെസ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അതുപോലെ ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ആദ്യം നമ്മൾ ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്. പച്ചമുളക് എടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മളിനി ഇതിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഏതെങ്കിലും ഒന്നെങ്കിലും ചേർക്കാനായിട്ട് നോക്കുക. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം ചേർക്കാം. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് അതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ഫ്ലേവർ ആ സവാളയിൽ നന്നായിട്ട് പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം 1 കപ്പ് കടലമാവാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടി. എന്നിട്ട് ആ പൊടികളും സവാളയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തിന് ഇതിൽ നമ്മൾ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കണം നിർബന്ധമില്ല, നമ്മളിനി ഇത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇതിനി നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സവാളയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടുതലായാൽ പിന്നെ അത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഇനി ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ആക്കി കൊടുക്കുക. ഒരു ബോണ്ടയുടെ ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈ നനച്ചിട്ടില്ലെങ്കിൽ അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ശരിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇതിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഉൾഭാഗമൊന്നും കുക്കാവാതെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ പുറം ഭാഗം കുറച്ചൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ മതിയല്ലോ അത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഉള്ളി ബോണ്ടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്